അത് MM ഹോസ്പിറ്റലാണ്. ഡോക്ടർ മത്തായിച്ചൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആക്സിഡന്റോ? എവിടെ വെച്ച്? ഓഹോ, ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ? ഈയിടെ ആക്സിഡന്റ് കേസുകൾ വളരെയധികം. ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ഹലോ, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ. ഓക്കെ? മാതാവേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇന്നേ വരെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനും പാഴായിട്ടില്ല. ഇത് സക്സസ് ആക്കി തരണമേ. പപ്പ, അങ്ങയുടെ മകൻ ഡോക്ടർ മത്തായിച്ചൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഫ്രണ്ടി. യെസ് ഡോക്ടർ. കമ്മിങ് സർ. യെസ്. ഷൂസ് എല്ലാം ക്ലീൻ ചെയ്തു. യെസ് ഡോക്ടർ. വെരി ഗുഡ്. ഓക്കെ. 6576 നമ്പർ പേഷ്യന്റിന്റെ ENT ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തു. ഓക്കെ. വെരി ഗുഡ്. പക്ഷേ പത്മിനിയുടെ ഹൗസിംഗിന് ലീക്ക് ഉണ്ടോ എന്നൊരു സംശയം. 10 മിനിറ്റ് ഹൗസിംഗ് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഹൗസിംഗ് ആയതുകൊണ്ടാ. സോറി സാർ. ഓക്കെ. പൾസ് എങ്ങനെയുണ്ട്? ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ശരി ഡോക്ടർ. ഓഫ് ചെയ്യൂ. ഓഫ് ചെയ്യൂ. ലങ്സ് വളരെ വീക്കാണല്ലോ. ഇങ്ങനെ പോയാൽ വീക്ക് ആവും. ശരിക്കും ബ്രീത്തിങ് കിട്ടുന്നില്ല. ശരിക്കും ഇടി കൊണ്ടതല്ലേ. ബ്രീത്ത് ചെയ്ത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. രാവിലെ തന്നെ നല്ല കോള. ആരാടാ ഡോക്ടർ മത്തായിച്ചൻ? ഞാനാ. നീ എന്തിന്റെ ഡോക്ടറാ? മോട്ടോറിന്റെ ഡോക്ടർ. മോട്ടോറിന്റെ ഡോക്ടറാ? അതെ. മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ എന്ന് പറയുന്നു. ഈ ഓയിൽ ചേഞ്ച് എന്ന് പറയുന്ന എനീമ മുതൽ ഹാർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് വരെ ഈ മത്തായി മോട്ടോർ ഹോസ്പിറ്റൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട്. മൂക്കടപ്പ്, കാർക്കടപ്പ്, ജലദോഷം, ചൊവ്വാദോഷം, പനി, ഛർദി, പിന്നെ വയറിളക്കം. വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു. ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് വീൽ പഞ്ചർ ആകുന്നത്. ഞാനിവിടുത്തെ ENT സ്പെഷ്യലിസ്റ്റ് ആണ്, മിസ്റ്റർ ഫ്രെഡി ലോപ്പസ്. അതൊക്കെ പോട്ടെ, സാറിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല. ഇവിടെ പ്രസാദം ഉണ്ടോ അറിയാമോ? പ്രസാദം അമ്പലത്തിൽ കിട്ടും സാർ. പ്രസാദമല്ലടാ, പ്രസാദ്. 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 നമ്മുടെ പ്രസാദ്. അവനെ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ട് എല്ലാം CSRന്റെ സ്പെഷ്യൽ ഓർഡറാ. എന്താ സാർ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. എവിടെ അവൻ? കാലത്ത് സ്കൂളിൽ പോയിരിക്കുക. സ്കൂളിൽ പഠിക്കുന്നു. അല്ല, മോളെ കൊണ്ടാക്കാൻ പോയി. ഏത് സ്കൂളിലാ? കോൺവെന്റ് സ്കൂളിലാ സാർ. അവനോ അല്ലേന്നൊക്കെ CSR തീരുമാനിച്ചോളും. നീ അവന്റെ കൂടെ കൂടിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കൂ. അല്ല, നിന്റെ എടാ, അവൻ ഇവിടുത്തെ മേജർ സർജനാണ്. നീ വേഗം പോയി അവന് ജാമത്തിൽ ഇറക്കാൻ നോക്കിയോ. ഇല്ലെങ്കിലേ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള എല്ല് പോലും അവന്റെ ശരീരത്തിന് കിട്ടൂല. അവന്മാരുടെ പോക്ക് കണ്ടിട്ട് സംഗതി ICU വിട്ട് കയറ്റിന്റെ കേസാ. എന്താണ് എന്താ അയ്യോ, ചാകാറായി. ഇനി അവനെ വിട്ടേക്കട്ടെ. ബാക്കി രൂപ എന്നെത്തിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി.
അവൻ എന്ത് പറഞ്ഞു? പറഞ്ഞതോ ആ. പുതിയതായി സാറിറക്കിയ ഭക്തിഗാനങ്ങളൊക്കെ റാപ്പ് മ്യൂസിക് ആണെന്ന്. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. താൻ എന്തിനാടോ ചിരിച്ചേ? വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? വിളിക്കവനെ. സാർ ആ, അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആരെ? പ്രസാദിനെ. അവനെയും വിളിക്കേ. എന്നെ താഴ്ത്തെത്തുന്നു. നിങ്ങൾ എന്താ എന്നെ തൂക്കിയോട് പോലീസ് എടുക്കാൻ പോകണം? കാസറ്റിന്റെ ബാക്കി കാശ് എപ്പോ കൊണ്ടുവന്ന് തരും? എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ, ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത്. 1000 കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ, അതിലെ ആകെ 4 വിറ്റിട്ടുള്ളൂ. ഓക്കെ മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ. പറഞ്ഞ നീയാണല്ലേ പ്രസാദ്? അതെ. ആ. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കഴിഞ്ഞ ഓണത്തിനിറങ്ങിയ ആനവായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത്? അതെ. ആ, നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത് പോയിട്ടുണ്ട്. ആ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ 2ാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല, ചെറിയാനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഓഹോ, ഇറക്കി വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നല്ലേ താൻ പറഞ്ഞത്? താൻ എന്നെ അവമാനിക്കാൻ വേണ്ടിയില്ല അങ്ങനെ പറഞ്ഞേ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ. ആണോ? അപ്പൊ ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരൻ ഫ്രെഡിയും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ആഹാ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പനയില്ലാത്ത കാസറ്റ് അത്. പിന്നെ 1 ലക്ഷം കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞതോ? അത് 1 ലക്ഷം കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. നോക്കിച്ചത് തെറ്റാ? അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല? ഇല്ല. ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി. ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. മോളെ എഴുതി പഠിക്കേ. HOME ഹോം. HOME ഹോം എന്ന് വെച്ചാ എന്താ ഡാഡി? ഹോം എന്ന് വെച്ചാ വീട്. FATHER ഫാദർ. ഡാഡി എന്നല്ലേ ഡാഡി? അതെ. എന്റെ മമ്മി എപ്പോ വരും ഡാഡി? വരും. എപ്പോ വരും? മോള് പഠിച്ച് മിടുക്കി കുട്ടിയാകുമ്പോ മമ്മി വരും. വേണ്ട, ഇപ്പൊ വരണം. മമ്മി കുറുമ്പാണിച്ചപ്പോ ഡാഡി തല്ലി, അതുകൊണ്ട് വഴക്കിട്ട് പോയതല്ലേ. വഴക്ക് മാറുമ്പോ മമ്മി വരും. എന്റെ വ്യാകുല മാതാവേ, ഇപ്പഴാ ശ്വാസം നേരെ വീണത്. നിന്റെ ശാസ്ത്രം എന്തുറ്റി? ശ്വാസത്തിനൊന്നും പറ്റില്ല. രാവിലെ മുതലുള്ള ഓട്ടണേ. വർഷാപ്പിൽ നിന്ന് നേരെ പാർട്ടി ഓഫീസിലേക്ക്, അവിടുന്ന് കമ്മിറ്റി സെക്രട്ടറിനും കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക്, അവിടുന്ന് 2 കൂട്ടി സ്റ്റേഷനിലെത്തി. അപ്പോഴറിയണത് നീ അവിടെ ഇല്ലെന്ന്. പിന്നെ കക്കായം ക്യാമ്പിലേക്കാണോ തുറക്കുമ്പോൾ ഡാമിലേക്കാണോ കൊണ്ടുപോയി ആർക്കറിയാ. ഒടുവിൽ അറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടുന്ന്. പിന്നെ പഞ്ചായത്ത് മെമ്പർക്കും സെക്രട്ടറിക്കൊക്കെ ചിക്കനും വാട്ടിസൊക്കെ മേടിച്ചു കൊടുത്തു വന്നപ്പോ നേരെ അന്തിയായി. അതിരിക്കട്ടെ, നിന്നെ അവർ ഒരുപാട് തല്ലിയോ? പോടവിടുന്ന്. എന്നെ അവരെന്ത് ചെയ്യാൻ? പിന്നെ നിന്നെ വിളിപ്പിച്ചേ? നമ്മളന്നിറക്കിയ പാരഡികാസ്റ്റ് ഇല്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ട് ആ സിഐക്ക് ഇറക്കണമെന്ന്. അയ്യടാ മോനെ, നമ്മളിവിടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടിയാ ഓരോ പാരഡി കാസറ്റ് ഇറക്കണം. അങ്ങനെ പോയാലും നമ്മുടെ തല വെച്ച് പാരഡി കാസറ്റ് ഇറക്കണ്ട. നീ എന്റെ പേര് പറഞ്ഞോ? ഹേയ്, എനിക്ക് മോശമല്ലേ, ഞാൻ പറഞ്ഞില്ല. കർത്താവേ കാത്തു. പോലീസുകാരെ പറ്റി പാരഡി കാസറ്റ് ഇറക്കണമെന്ന് ഞാൻ അന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കോമഡി ഞാനിപ്പോ കട്ട് ചെയ്ത് പറഞ്ഞാല്. റെഡി അങ്കിൾ, ഡാഡിയോട് വഴക്ക് ചെയ്യുമ്പോ എന്റെ മമ്മി എന്നെ കാണാൻ വരുമോ അങ്കിൾ? ഡാഡി പറഞ്ഞില്ലേ മമ്മി വരൂന്ന്. മോള് പോയിരുന്ന് നന്നായിട്ട് പഠിച്ച് മെഡിക്കാവട്ടോ. പുസ്തകം കൊണ്ടേക്കാം. കുട്ടി ഇംഗ്ലീഷൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങി. നീ കൊച്ചിന്റെ അടുത്ത് മമ്മി ഇന്ന് വരും നാളെ വരും പറഞ്ഞിരുന്നല്ലേ, സംഗതി കൊള്ളാവൂട്ടോ. എടാ, അവളുടെ അച്ഛനമ്മ മരിച്ചു എന്ന് ഞാൻ അതിനെ മുഖത്തേക്ക് പറയും. മരിക്കാൻ നേരത്ത് എന്റെ മടിയിൽ കിടത്തി തന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞതാ, ഇനി അവളുടെ അച്ഛനമ്മയൊക്കെ നീയാന്ന്. ഞാൻ ഇതിങ്ങനെ ആരും ഒരു അറിയാതെ വെച്ചോണ്ടിരുന്നാൽ അവളുടെ ഭാവി ഉണ്ടാവും, നിന്റെ ഭാവി ഉണ്ടാവും. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉള്ള നേരത്തെ അകത്തു നല്ല കേറ്റാണ്ടാക്കാൻ നോക്കി. അപ്പൊ നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. ഇങ്ങനെ പോയാൽ അതിന്റെ ഭാവി ഉണ്ടാവും. ഭൂതം ഭാവി കൈരേഖശാസ്ത്രം ഹസ്തശാസ്ത്രം മുഖലക്ഷണം. കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ കരിയലിൽ മൂത്രം ഒഴിക്കുമ്പോ പറ സൗണ്ട് കേൾക്കാറുണ്ടോ? ആ, രാത്രി കിടന്നുറങ്ങുമ്പോ കണ്ണടയ്ക്കാറുണ്ടോ? എന്റെ അമ്മേ, ചിരിക്കുമ്പോ പല്ല് പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണും. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ, എന്റെ മുഖം നോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ, എടാ ഞാൻ എത്ര കറക്റ്റായിട്ട് കാര്യം പറയണേ. ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരന് ഒരു പെഗ് മേടിച്ചു കൊടുത്തും അത് കുടിച്ചതും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചോളാം.
അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല. നിന്നെ കണ്ട ആർക്കായാലും തന്തയ്ക്ക് വിളിക്കാൻ തോന്നും. ബാസ്റ്റഡ്. ഞാനൊരു കുത്തു വെച്ചു കേട്ടോ. ചേട്ടേ ഇനി എന്റെ കൈ ഒന്ന് നോക്കിയേ. ഇതൊരു അത്ഭുത കൈയാണല്ലോ. ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ ഒന്നുമേ കാണല്ലേ. അയ്യോ അത് ആരുണ്ടേ? നീ എടുത്തോ. ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലിൽ കലങ്ങിപ്പോയതാ. ഇപ്പൊ വെറും കരുതിയ പോലെ. ശരിയാ. എന്താ ഇവിടെ വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതായി ഈ ആസാമി? എന്താ ഇയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ നല്ല കണ്ടീഷൻ ജോലിസിനാ. മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബടി ബടി പോലെ പറയും. ആമാ സാർ, കറക്റ്റ് ആയിട്ട് പറയും. ആഹാ, എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ. ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ? ഏത് ഡീസൻ പാർട്ടി? കിടക്കും സാർ. ആദർശധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ ആരായിരിക്കാം മഹാഭാഗി? ആനാ ഒരു ചിന്ന പ്രശ്നം. അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ. അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവലാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. പോട്ടാ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്തക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കാനാണോ പരിപാടി? ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം എടുക്കരുത്. പോയ സാറ് ரொம்ப കോപക്കാരനാണേലും മുഖത്ത് രാജയോഗം ഉണ്ട്. വെറുതെ ആനയും അമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുമല്ല ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ. ഇന്ദു. ജന്തു? ജന്തു അല്ല, ഇന്ദു. ഞാൻ പറഞ്ഞില്ലേ, കനേഡിയൻ സുന്ദരി. നീ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണ്ട. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ആ ബോംബിന്റെ കാര്യം പറഞ്ഞിട്ട് വരാം. ഓക്കെ? കിടക്കുന്ന അവിടെ വണ്ടി 1 മണിക്കൂറിനുള്ളിൽ ഈ കോംപ്ലക്സ് മുഴുവൻ പൊട്ടിത്തകരാൻ ശക്തിയുള്ള ഒരു മീറ്റർ ബോംബാണ് ഈ ബാഗിലുള്ളത്. സോറി, ഞാൻ അന്വേഷിച്ചു നടക്കായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു. കുറച്ച് സീക്രട്ടാ. സീക്രട്ടോ? മനസ്സിലായി. അതിന് വേറെ ആളെ നോക്ക്. അല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്. തന്റെ ഈ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. Don't play romance to me. അല്ല ബോ എന്തായി? പറയാൻ പറ്റിയില്ല. ഞാനെന്തോ ലൈൻ അടിക്കാൻ ചെന്നു അവളുടെ വിചാരം. അതേലോ, മനസ്സിൽ ഇത്തിരി ലൈൻ ഉണ്ടല്ലോ. എന്താ നോക്കണേ? എന്റെ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാ നിനക്ക് ഇത്ര പേർക്ക് സിമ്പതി? അതൊരു ജീവൻ അപകടത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചിട്ടാ. അയ്യോ, ഒരു പുണ്യാളച്ചൻ. ബോംബ് പൊട്ടിച്ചാകാനാണ് വിജയെങ്കിൽ നമുക്ക് തടക്കാൻ പറ്റില്ലടാ. നോക്കിയൻ, അറിയാത്ത പിള്ളിക്ക് ചൊറിയും പറയും. നീ ഇവിടെ കുറുങ്ങി കണ്ട് ഇറങ്ങി വാ. നീ അങ്ങോട്ട് നോക്കി. അയ്യോ, അതെന്തത്? തല തപ്പണതാണോ? അയ്യോ, എന്താണോ ഇതിനകത്ത്? ഒരു ബോംബ് നോക്കാൻ വന്ന. ബോംബാ? എന്താ അവൻ പോയി? നീ ബോംബ് എടുക്ക്. അമ്മേ, ബോംബ്! ഒരു ബോംബൻ ബ്രദറിനെ കണ്ടോ? എന്നെ ഓടിച്ചു വരുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ നിൽക്കാൻ. ചേട്ടാ, ഒരു ബോംബ് വയ്ക്കുന്ന ആളുകൾ വന്നോ? ഇല്ലേ? ഹായ്. ചേട്ടാ, അതാ ബാഗ്. ഇതിവിടെ വെച്ചിട്ട് പോയാലേ കള്ളന്മാരൊക്കെ തലവാ. ചേട്ടോ, ബാഗ്. ചേട്ടോ,
വേണ്ട ചെവി കേൾക്കൂലേ? വേണ്ട എന്നാ ബാഗ് ബോംബ് വെച്ചിട്ടുള്ള കല്യാണം പിന്നെയും പെട്ടു. അച്ഛനെ ഒരു ബോംബായിട്ട് ഒരാൾ പോണണ്ട. ഈ ബോംബ് വെച്ച് ഈ പിന്നെ എവിടെ പോയിരിക്കണെന്ന് അറിയില്ല. അതിപ്പോ പൊട്ടോ, എനിക്കിവിടെ പോണം. ഒരു ബാഗൊക്കെ ആയിട്ട് ആ വൃത്തിയേട്ട കുള്ളൻ ആ. കറുത്ത കണ്ണട വെച്ചവൻ. ആ എന്റെ അച്ഛൻ എന്നെ കണ്ട അറിയാൻ പാടില്ലേ? എനിക്ക് കിട്ടാൻ കാണിക്കുന്നേ? അത് പെണ്ണല്ല, പ്രതിമയാ. കാലത്ത് ഇറങ്ങിയുള്ള എടുത്തമാര് ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിളിന്ന് പറഞ്ഞേ. സോറി, തന്റെ ഒരു സോറി. ടേക്ക് ഇറ്റ് ഈസി. ഓക്കേ ബൈ. I'm sorry. ഈ പെണ്ണിനെ എവിടെ പോയി തപ്പും? ബോംബാറ്റം പൊട്ടി എന്റെ കൂളിംഗ് ഗ്ലാസ് പോലെ ദൈവമേ. ആരാണ് പറയുന്നത്? നമസ്കാരം. ഹായ്. ഇതൊന്ന് പിടിക്കോ? മൂത്രം ഒഴിക്കാനാ? Oh, take your own time. കൊറേ ഉണ്ടേ Okay. മൂത്രം. രക്ഷപ്പെട്ടു. അവിടെ പൊട്ടിക്കോളും. ഇയാക്കുന്ന തലയില്ലേ? ഫ്രണ്ടി എന്താണത്? അയ്യേ, ബോംബിന്റെ ഇടയിൽ ഈ പണി. അവർ രക്ഷപ്പെടുമോ? എന്താടാ ബോംബ് പൊട്ടി? ബോംബ് മിസ്സായി. മിസ്സാകാൻ വഴിയില്ലല്ലോ, ബാഗിലിട്ടല്ലോ വന്നു. ബോംബ്. വാതിൽ മാറിപ്പോയ ഇപ്രാവശ്യം ബോംബ് മിസ്സായല്ലോ സാർ. ഇതാണ് മിസ്സിംഗ് ബോംബ് ഓപ്പറേഷൻ. ആ നമ്മൾ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അവൾക്കത് വിധിച്ചിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടും. റെഡി വിട്ടോടോ. കടലിനക്കര പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? 3, 4. Love is short but life is short. Love is short but love is short. Love is long but life is short. Life is short but life is short. ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ പെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവന്മാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കയറ്റണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരെ ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയോ? അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ടായി തന്നെ പാടണം, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചാൽ എന്നെ വേണം തല്ലാൻ, ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നെയൊക്കെ ചാർജ് ചെയ്യും ഞാൻ. കടലിനക്കര പോണോരെ, കാണാ പൊന്നിന് പോണോ
ആണോ ഒരു കാര്യം പറയാനുണ്ട് സീക്രട്ടാ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സാർ. പിന്നെ ഒരു ബോംബിന്റെ കാര്യം. അല്ല സാർ, ഇവനല്ല സാർ. അത് അന്ന് സാർ കാരാന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി. ആ പെണ്ണിന് ബോംബ്. അത് സാർ ഒന്നും വന്നേ. സീക്രട്ടാ, ഒന്നും വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളത് കൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി? നോൺസെൻസ്. ബോംബ് പൊട്ടി അവള് മരിച്ച ശേഷം വിവരം എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഒരു കൊലപാതകം തെളിച്ച് പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ ഈ വിവരം അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ? പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തിനാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്.